പാട്യം മുതിയങ്ങയിൽ കാണാതായ വയോധിക നളിനിക്കായുള്ള തിരച്ചിൽ തുടരുന്നു. വീടിന് സമീപത്തെ തോട്ടിൽ വീണെന്ന കുടുംബത്തിന്റെ സംശയത്തെ തുടർന്ന് സമീപത്തെ പുഴയിൽ ഉൾപ്പെടെയാണ് തിരച്ചിൽ. കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷൻ ഓഫീസർ പി ഷാനിത്തിന്റെ നേതൃത്വത്തിലാണ് രണ്ടാം ദിവസവും തിരച്ചിൽ നടത്തുന്നത്. കൂത്തുപറമ്പ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച രാവിലെയോടെ നളിനിക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചത്. മുതിയങ്ങയിലെ തോട്ടിലും പുഴയിലും ഉൾപ്പെടെയാണ് തിരച്ചിൽ ഊർജിതമാക്കിയത്. കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷൻ ഓഫീസർ പി ഷാനിത്തിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ നിരൂപ്, രോഹിത്, ഹോംഗാർഡുമാരായ സരുൺ, മനോജ് എന്നിവരാണ് തിരച്ചിൽ നടത്തുന്നത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും പുഴയുടെ അടിയൊഴുക്ക് കാരണവും തിരച്ചിലിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ പി ഷാനിത്ത് പറഞ്ഞു. സത്യൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ രാവിലെ മുതൽ ഞങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം 6ഓളം യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. വെള്ളത്തിലിറങ്ങിയിട്ട് ചർച്ച നടത്തിയായിരുന്നു. ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 8:30 കൂത്തുപറമ്പ് യൂണിറ്റ് മാത്രം ഇന്ന് സർഫസ് ടെസ്റ്റാണ് നടത്തിയത്. കാരണം ഇന്ന് വെള്ളം കുറച്ച് കൂടുതലാണ്. നേരത്തെ MLA വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് സർഫസ് ടെസ്റ്റും കൂടി ചെയ്തിട്ട് നടത്താൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഇന്ന് വെള്ളം കുറയുകയാണെങ്കിൽ നാളെ എല്ലാ യൂണിറ്റിനും വിളിച്ചിട്ട് ഒന്ന് വിവരപ്പെടുത്താനാണ് MLA നിർദ്ദേശിച്ചിട്ടുണ്ട്. അടിയൊഴുക്ക് ഒരു തരത്തിലുള്ള ബാധിക്കുന്നുണ്ട്. നമുക്ക് അണ്ടർ വാട്ടർ ക്യാമറ സംവിധാനമൊക്കെ ഉള്ളതാണ്. അത് ഇവിടെ പോസിബിൾ അല്ല. പിന്നെ ഡെങ്കിയും ഇവിടെ ഇപ്പോൾ ഈ തോട്ടിലിറക്കാൻ സാധ്യതയില്ല. നാളെ വിചാരിക്കുന്ന ആളെ ഇവിടെ ചർച്ച നടത്തിയിട്ട് പാത്തിപ്പാലം ഭാഗത്ത് ഡെങ്കി ഇറക്കിയിട്ട്. KP മോഹൻ MLA വെള്ളിയാഴ്ച രാവിലെ സ്ഥലം സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും നൽകി. തിരച്ചിലിൽ നാട്ടുകാരും ഫയർഫോഴ്സിന് പൂർണ്ണ സഹകരണവുമായി ഒപ്പമുണ്ട്. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയാണ് വീട്ടിൽ നിന്നും നളിനിയെ കാണാതായത്. തുടർന്ന് വീട്ടുകാർ സമീപ പ്രദേശത്തൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും നളിനിയെ കണ്ടെത്താൻ സാധിച്ചില്ല. നളിനി വീടിന് സമീപത്തെ തോട്ടിൽ വീണോ എന്ന കുടുംബങ്ങളുടെ സംശയത്തിൽ നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, പാനൂർ, പേരാവൂർ എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ നളിനിക്കായുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചത്. തിരച്ചിലിൽ വെള്ളിയാഴ്ച വയോധികയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ശനിയാഴ്ച വിവിധ ഭാഗങ്ങളിലെ ഫയർഫോഴ്സ് സംഘം എത്തി പാത്തിപ്പാലം പുഴയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അവിവാഹിതയായ നളിനി വർഷങ്ങളായി മുതിയങ്ങയിലെ തന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു താമസം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.